ചികിത്സാപിഴവ് മൂലം 9 വയസ്സുകാരുടെ കൈമുറിച്ചു മാറ്റിയെന്ന പരാതിയിൽ അന്വേഷണം പ്രഖ്യാപിച്ച് പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പത്മനാഭൻ, ഡോക്ടർ കാവ്യ എന്നിവർക്കാണ് അന്വേഷണ ചുമതല. സ്വാഭാവികമായി ഇതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ ആർക്കാണോ അത് വീഴ്ച വന്നിട്ടുള്ള വീഴ്ച വന്ന ഡോക്ടർക്കെതിരെ ഒരു സംശയം വേണ്ട, വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാവും. 2 ഡോക്ടർമാരെ അതിനുവേണ്ടി പ്രാഥമിക റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ടുണ്ട്. എന്താണോ ചെയ്യാൻ കഴിയാവുന്നത് നടപടി ആ നിലയിലേക്ക് അത് എടുക്കണം. ആ കുടുംബത്തെ സഹായിക്കാൻ കൂടെ നിൽക്കും എന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയും. ഡോക്ടർ വൈശാഖാണ് കണ്ടത്. ഡോക്ടറായിട്ടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞു കുട്ടി വളരെ അവശമായിട്ടുള്ളൊരവസ്ഥയിലായിരുന്നു. കൈ അഴിച്ച് നോക്കുമ്പോൾ ചെറിയ പോളങ്ങൾ കൈമിൽ കളർ മാറിയിട്ടുണ്ടായിരുന്നു. പ്രോപ്പറായിട്ട് 2nd ഡേ ഇവരോട് വരാൻ പറഞ്ഞു. പിന്നെ 7th ഡേ വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ ഒരു 5 ഡേയ്സിൻ്റെ ഇടയിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെ കുറിച്ച് പറ്റും. വീഴ്ച അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ എന്താ പറയുക, ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് പോയിരിക്കുന്ന സമയത്ത് അവർ വീഴ്ച. വിവരങ്ങൾ നൽകാനായി പാലക്കാട് നിന്ന് സാജിദ് അജ്മൽ, കോഴിക്കോട് നിന്ന് ടി അനീസ് അലി എന്നിവർ തത്സമയം ചേരുന്നുണ്ട്. അനീസ്, എന്താണ് ഈ കുട്ടിയുടെ കുടുംബം പറയുന്നത്? ഈ സംഭവം എപ്പോഴാണ് ഉണ്ടാകുന്നത്? ആശുപത്രിയിൽ എപ്പോഴാണ് എത്തിച്ചത്? ഈ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ട ഒരു ഘട്ടത്തിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? കഴിഞ്ഞ ദിവസം കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ വീഴുന്നതും അതിനെ തുടർന്ന് കൈയിൻ്റെ 2 എല്ല് പൊട്ടുകയും ചെയ്യുന്നു. ഇവർ ആദ്യം ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലാണ് എത്തുന്നത്. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിയ ഉടനെ തന്നെ അവർ പ്രാഥമികമായി നോക്കിയതിനു ശേഷം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി വിടുകയാണ്. അവിടെ സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം ഈ കുടുംബം പറയുന്നതനുസരിച്ച് ഇവർക്ക് പ്ലാസ്റ്റർ ഇട്ടു. അതിനുശേഷം തിരിച്ചു പൊയ്ക്കോളാൻ പറഞ്ഞു എന്നാണ് കുടുംബം പറയുന്നത്. ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞെങ്കിലും കുട്ടിക്ക് വേദന പിറ്റേ ദിവസം ഒന്നുകൂടി വരാൻ പറഞ്ഞിരുന്നു. ആ പിറ്റേ ദിവസം അവർ എത്തുകയും കൃത്യമായി ഡോക്ടറെ കാണിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് വരാനാണ് കുടുംബത്തോട് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഈ കുഞ്ഞിന് വേദന സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് പറഞ്ഞ ദിവസത്തിന് മുമ്പ് തന്നെ ഇവർ ഹോസ്പിറ്റലിൽ എത്തുകയും പിന്നീട് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ കൈ പരിശോധിച്ചപ്പോൾ കൈ നഷ്ടപ്പെട്ട രീതിയിൽ പഴുത്തിരിക്കുന്ന നിലയിലാണ് കണ്ടത്. ഈ കുഞ്ഞിന് വലിയ തരത്തിൽ പ്രയാസങ്ങളുണ്ടായിരുന്നു എന്ന് കുടുംബം പറയുന്നുണ്ട്. ഈ പോകുമ്പോൾ തന്നെ വേദന ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അത് ഡോക്ടേഴ്സിനോട് പറഞ്ഞപ്പോൾ എല്ല് പൊട്ടിയതാണല്ലോ, ആ വേദന ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞത് കൊണ്ടാണ് തങ്ങൾ അത് കാര്യമാക്കാതിരുന്നത്. പക്ഷെ നാൾക്കുനാൾ ഇത് വലിയ രൂപത്തിൽ പ്രയാസമാവുകയായിരുന്നു. കുട്ടിക്ക് ബോധം നഷ്ടപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായി. വേദന കാരണം വസ്ത്രങ്ങളൊക്കെ വലിച്ചു കീറുകയും അങ്ങനെയൊക്കെ കണ്ടതിന് ശേഷമാണ് അപ്പോഴേക്ക് കൈയിൻ്റെ പുറത്ത് കാണാറുണ്ടായിരുന്ന 4 വിരലുകൾ പഴുത്തിരിക്കുന്ന രീതിയിൽ കണ്ടു. അത് നോക്കിയപ്പോഴേക്ക് അതിൽ നിന്ന് രക്തവും ചലവും വരുന്ന രീതിയിൽ കാണുന്നുണ്ടായിരുന്നു. അതേ തുടർന്ന് തങ്ങൾ സമയമാവുന്നതിന് മുമ്പ് തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുകയാണ് ചെയ്തത് എന്ന് ഇവർ പറയുന്നുണ്ട്. അവിടെ എത്തി ഈ പ്ലാസ്റ്റർ മാറ്റിയതിനു ശേഷം ഡോക്ടർമാർ പരിശോധിക്കുകയും അത് ഈ അളിഞ്ഞിരിക്കുന്ന രീതിയിൽ, കൈ പഴുത്ത് അളിഞ്ഞ രീതിയിൽ വലിയ ദുർഗന്ധം വമിക്കുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് കുടുംബം പറയുന്നുണ്ട്. എന്തായാലും ആ സമയത്ത് ഡോക്ടേഴ്സ് അവരോട് പറഞ്ഞത് ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയിക്കോളൂ, ഇവിടെ ചികിത്സ ഇല്ല എന്നാണ് ആദ്യം ഡോക്ടർമാർ പറഞ്ഞത് എന്ന് കുടുംബം പറയുന്നുണ്ട്. അതേ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പോകാൻ വലിയ ഭാരിച്ച സംഖ്യയാവും, അതോ തങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് പറയുമ്പോൾ മാത്രമാണ് ഇവരൊരു ഓപ്ഷൻ എന്ന നിലയിൽ ഇവർ കുടുംബം അങ്ങോട്ട് ചോദിക്കുക, തൃശ്ശൂരിൽ പോയാൽ മതിയോ, തൃശ്ശൂർ എവിടെയെങ്കിലും ചികിത്സയുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് കുടുംബത്തോട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയതിനു ശേഷം കുഞ്ഞിൻ്റെ കൈ മുറിച്ചു മാറ്റുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഒരു കഴിക്കിടെ കുട്ടി താഴെ വീഴുക എന്നതൊക്കെ സാധാരണ സംഭവിക്കാറുള്ളതാണ്. എല്ല് പൊട്ടുക എന്നത് സാധാരണയാണ്. അതിന് പ്ലാസ്റ്റർ ഇട്ടാൽ മാത്രം മതിയാകുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു കുഞ്ഞിന് 9 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇപ്പോൾ കൈയില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എവിടെ നിന്നോ കൃത്യമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതെ, അത് തന്നെയാണ് അറിയേണ്ടതും. സാജിദ് അജ്മൽ കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജിദ, ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് കുട്ടിയുടെ കുടുംബം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. DMO അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആശുപത്രി അധികൃതരുടെ വിശദീകരണം എന്താണ്? ഈ വിഷയത്തിൽ അന്വേഷണം ഏത് രീതിയിലായിരിക്കും? 24-ാം തീയതിയാണ് ഈ കുട്ടി സഹോദരനൊപ്പം കളിക്കുമ്പോൾ വീഴുന്നത്. 9 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ്. ഈ പെൺകുട്ടി വീണതിനെ തുടർന്ന് ആദ്യം ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. അവിടെ ആ സമയത്ത് ഈ ഡോക്ടർമാരില്ലാത്തത് കൊണ്ട് ജില്ലാ ആശുപത്രിയിലേക്ക് വരുന്നു. ജില്ലാ ആശുപത്രിയിൽ നിന്ന് പ്ലാസ്റ്റർ ഇട്ട് തിരിച്ച് കൊണ്ടുപോകുന്നു. നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഈ പ്ലാസ്റ്റർ ഈ മുറുക്കി കെട്ടിയതിന്റെ ശക്തി കൂടിയത് കൊണ്ട് തന്നെ കുട്ടിയുടെ രക്തപ്രവാഹം
കൃത്യമായി നടക്കാതിരിക്കുകയും അങ്ങനെ കൈയിലേക്കുള്ള രക്തോട്ടം പൂർണ്ണമായി നിലയ്ക്കുകയും ഈ കൈ അളിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്ലാസ്റ്ററിനകത്ത് നിന്നുകൊണ്ട് അളിഞ്ഞു പോയി. കുട്ടിക്ക് വേദനയാണെന്ന് പറഞ്ഞ് ഇതിനിടയ്ക്ക് ഒരു ദിവസം ജില്ലാ ആശുപത്രിയിൽ വന്നിരുന്നു. എന്നാൽ കൈ ഒടിഞ്ഞാൽ സ്വാഭാവികമായുമുള്ള വേദനയാണ് എന്ന് പറഞ്ഞ് മടക്കി അയക്കുകയായിരുന്നു. പിന്നീട് ഇതിനകത്ത് നിന്ന് വലിയ ദുർഗന്ധം വമിച്ചതോടുകൂടിയാണ് വീണ്ടും ജില്ലാ ആശുപത്രിയിലേക്ക് പോകുന്നത്. നേരത്തെ അനീസ് സൂചിപ്പിച്ച പോലെ ഈ തൃശ്ശൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. വളരെ നിർധനയായ പട്ടികജാതി കുടുംബമാണ് ഇവർ. പിന്നീട് ഇവരുടെ ആവശ്യപ്രകാരമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയത്. എല്ലിലേക്ക് ഉൾപ്പെടെ ഈ ഇൻഫെക്ഷൻ വന്ന പശ്ചാത്തലത്തിലാണ് കൈ മുറിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. ഇപ്പോഴെന്തായാലും മാധ്യമവാർത്തകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡെപ്യൂട്ടി DMO ഡോക്ടർ കാവ്യ കരുണാകരൻ, അതോടൊപ്പം തന്നെ കോട്ടത്തറ ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർ MS പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുക. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് DMO അറിയിക്കുന്നത്.